സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമാ അണയുന്നു സ്നേഹവിരുന്നിന്ന കാൽവരി മലയിലെ യാഗബലി അർപ്പിക്കാനായി ഞങ്ങളണയുന്നു. കാൽവരി മലയിലെ യാഗബലി അർപ്പിക്കാനായി ഞങ്ങളണയുന്നു. ജീവിതഭാരവും സുഖദുഃഖങ്ങളും സ്വീകരിക്കണമേ സ്നേഹതാത. സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമാ അണയുന്നു സ്നേഹവിരുന്നിന്ന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഈ മല ഇവിടെ നിന്ന് പോകും, മാറിപ്പോകും. നമുക്ക് ഈ ബലിയർപ്പിക്കും പ്രാർത്ഥിക്കേണ്ടതിന് കർത്താവിൻ്റെ വചനം ശ്രമിച്ചുകൊണ്ട് തന്നെയാണ്. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ കാലഘട്ടത്തിൽ കൃത്യമായ കാഴ്ച ഇല്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് അസ്വസ്ഥമാകുന്ന ഈ പ്രളയ സമയത്ത്, കൊറോണ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കണമേ. ഇന്ന് തിരുസഭ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാ ഡൊമിനിക്കൻ സഭാംഗങ്ങളെയും നമുക്ക് ഈ ആൾക്കാരോട് ചേർത്ത് വയ്ക്കാം. വചനം പ്രഘോഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു കോൺഗ്രിഗേഷനെ വചനത്തിലാൽ ലോകത്തെ പ്രകാശിപ്പിക്കാൻ കൃപ നൽകണമേ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് എൻ്റെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ഡൊമിനിക് അങ്ങേ സത്യത്തിൻ്റെ നിസ്തുല പ്രഭാഷകനായിരുന്നുവല്ലോ. ഈ വിശുദ്ധൻ തൻ്റെ പുണ്യയോഗ്യതകളാലും പ്രബോധനങ്ങളാലും അങ്ങേ സഭയെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഭക്തിദീക്ഷതയുള്ള മധ്യസ്ഥനായി ഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ഇന്ന് ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ഹബാക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, എൻ്റെ ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്തനുമാണല്ലോ. കർത്താവെ, അങ്ങ് അവരെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു. അപരിചിതരായവനെ അങ്ങ് അവരെ ശിക്ഷിക്കാനായി നീക്കിവെച്ചിരിക്കുന്നു. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം
പരിശുദ്ധമാണല്ലോ. അകർത്തു നോക്കി നിൽക്കാൻ അങ്ങേ കഴിയുകയില്ല. അവിശുദ്ധരായ മനുഷ്യരെ അങ്ങ് കടാക്ഷിക്കുന്നതും ദുഷ്ടൻ തന്നേക്കാൾ നീതിമാനായ മനുഷ്യനെ വിഴുങ്ങുന്നതും കണ്ടിട്ട് അങ്ങ് മൗനം ദീക്ഷിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് മനുഷ്യരെ കടലിലെ മത്സ്യങ്ങളെന്ന പോലെ നാഥനില്ലാത്ത ഇഴജന്തുക്കളെ പോലെ ആകുന്നത് എന്തുകൊണ്ട്? അവൻ അവരെയെല്ലാം ചുവന്നേറ്റ് പിടിക്കുന്നു, വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു, തൻ്റെ കോരുവലയിൽ അവയെ ശേഖരിക്കുന്നു. അപ്പോൾ അവൻ സന്തോഷിച്ചുല്ലസിക്കുന്നു. തൻ നിമിത്തം അവൻ തൻ്റെ വലയ്ക്ക് ബലികളും തൻ്റെ കോരുവലയ്ക്ക് ധൂപവും അർപ്പിക്കുന്നു. അവ മൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായി ആഹാരം കഴിക്കുന്നതും. ജനതകളെ നിരന്തരം നിർദ്ദയമായി വധിച്ചുകൊണ്ട് അവൻ വല ഉടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടെ നിന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടെ നിന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവ് എനിക്ക് ഉത്തരവരണി. ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാകുകയില്ല. അത് വൈകുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയപരമാർത്ഥയില്ലാത്തവർ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്ത മൂലം ജീവിക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചനം സങ്കീർത്തനം. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവെ, എന്നേക്കുമായി സിംഹാസനത്തിലിരിക്കുന്നു. ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുത്തെ ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവ് മർദ്ദരുടെ ശക്തി ദുർഗമാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്വസ്ത്രം ആലപിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർപ്പിക്കും. പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുകയില്ല. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മരണത്തില്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അധ്യായം 17, 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കടന്നു വന്ന ഒരു സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തു കൊണ്ടുവന്നു. പക്ഷെ അവനെ സുഖപ്പെടുത്തുവാൻ അവൻ കഴിഞ്ഞില്ല. യേശു പ്രതിഭജിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശാസിച്ചു. പിശാച് അവൻ വിട്ടുപോയി. തൽക്ഷണം ബാലൻസും പ്രാപിച്ചു.
അനന്തര ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോട് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ എൻ്റെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. തലങ്ങൾ കയ്യിൽ നിറചേരും നേരം കാണിക്കയിടുന്നു. കരവും മനവും മലിനം നാഥ എന്നെ കഴുകേണേ. ഈ ബലിയിൽ നിൻ സ്വന്തമായിടാ. നന്മ തന്ന നാളുകൾ നന്ദിയോടെ ഓർത്തിടാ. നേരിൻ വിത്തുകൾ പാകിടാ. നൽഫലങ്ങൾ കൊയ്തിടാ. നിന്നെ മറന്നു പോകുകിൽ എൻ വിളവുകൾ കളയായിടും. എന്നും പരത്തിൻ ഓർമ്മയിൽ കണ്ണീരു കാഴ്ചയായിടും. ഈ സ്നേഹഗാനം ഏകിടുന്നു, സ്വീകരിച്ചിടണേ. താരങ്ങൾ കയ്യിൽ നിറചേരും നേരം കാണിക്കയിടുന്നു. കരവും മനവും മലിനം നാഥ എന്നെ കഴുകേണേ. ഈ ബലിയിൽ നിൻ സ്വന്തമായിടാ. പ്രിയ സഹോദരരെ, നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മധ്യസ്ഥത്താൽ കാരുണ്യപൂർവ്വം ശ്രമിക്കുകയും ഈ ബലിയുടെ ശക്തിവിശേഷത്താൽ വിശ്വാസ സംരക്ഷകരെ അങ്ങ് കൃപയുടെ പരിപാലനത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവരും. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥോചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങ് ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിതശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറുവാനും മഹത്വത്തിൻ്റെ അക്ഷയകിരീടം അവരോടുകൂടെ കരസ്ഥമാക്കുവാനും കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഇടയാക്കുന്നു. ആകയാൽ എല്ലാ മാലകന്മാരോടും പ്രധാന മാലകന്മാരോടും വിശുദ്ധരുടെ വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര, മഹിമയാൽ നിറയുന്നു നിരുപമേ. ഹോശാന ഈശനു സതതം, ഹോശാന
ഓശാന ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. എൻ്റെ ഫ്രാൻസിസ് പാപ്പയോടും ഇതിൻ്റെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശോധന കൊള്ളുന്ന എൻ്റെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണപ്പെടുന്നവരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റുപറഞ്ഞ് കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ജനദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്ക് അനുശക്തി പ്രാപിച്ച് ചിലപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം അങ്ങ് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അറിയിച്ച കർത്താവായ യേശുക്രിസ്തുവേ, നിന്റെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽക്കൻ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഇതിൽ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ കുഞ്ഞാടിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ എല്ലാവരെയും നിത്യജീവിതത്തിനായിട്ട് സംരക്ഷിക്കട്ടെ. ആമേൻ. എരിയും മെഴുതിരിപ്പോലൻ ഹൃദയം ഒരുക്കും നേരം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. മനസ്സിൽ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ. മനസ്സിൽ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ഓർമ്മ ആചരണത്തിൽ സ്വർഗീയ കൂദാശയാൽ ഞങ്ങൾ പരിപോഷിതരായിരുന്നു. ഈ കൂദാശ ശക്തി സമ്പൂർണ്ണ ഭക്തിയുടെ ഊഷ്മതയോടെ അങ്ങ് സഭ അനുഭവിക്കട്ടെ.
ഈ വിശുദ്ധൻ്റെ സുവിശേഷ പ്രഘോഷണത്താൽ പുഷ്ടിപ്പിക്കപ്പെട്ട സഭ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്താൽ തുണയ്ക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഏറ്റവും പരിശുദ്ധ കന്യകയെ, എന്നുടെ വ്യാകുല മാതാവേ, പാവന വിമലം സ്നേഹമയം നിൻമുഖ കമലം ശോഭമയം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.